ഇത് ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പടമാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയുകയൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കും, എവിടെയാണ്, എങ്ങനെയുണ്ട്, എന്തായിരുന്നു, എന്തായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പറയണ്ട. എല്ലാം ഗംഭീരം എന്ന് ഒരിക്കലും പറയില്ല. കുഴപ്പമില്ല അച്ഛൻ, കഥ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകണം, എങ്ങനെയുണ്ട് കഥ, കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു, ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ, അതിന്റെ പല പടങ്ങളും കാണുമ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും. പക്ഷെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി, അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ. അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ, സത്യം പറയാം, ഇന്നലെ ഒരു തിരക്കഥാകൃത്ത് ഞാൻ വിളിക്കേണ്ടി വന്നു. അത് വേറൊരു കാര്യത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പൊ ആദ്യം പറഞ്ഞ വെച്ചാല് പ്രമേയവും കണ്ടു, ഞാൻ പറയാൻ വിട്ടുപോയി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്, മറ്റേത് കണ്ട് ഇത് കണ്ടത് ഞാൻ ആ കടകൻ കണ്ടാണ്, അത് ഇറങ്ങിയാണ്. എന്റെ കഥയാണ് സത്യം എന്ന് ചോദിച്ചു. ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് ഇറങ്ങിയോന്ന് ചോദിച്ചു പലരും ഉണ്ട് ഇങ്ങനെ. അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല, അല്ലേ? ശിക്ഷിക്കാം. ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ? പറയാൻ പറ്റാറോ ഇല്ലെന്ന്? കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്. ഇപ്പൊ പ്രമേയുഗാഥ അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണെന്ന് പറയും ആരെങ്കിലും? അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്ന് ഞാൻ കണ്ടിരുന്നത്. അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളാണ്. ഞാൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു അതിനെ കാണിച്ചു, പ്രമേയത്തിനെ കുറിച്ച്. ഞാൻ കണ്ടു പടം. അത് കണ്ടിട്ട് ആകെ ഞാൻ 10-15 മിനിറ്റ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. 10-15-20 മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണത്. എന്നിട്ട് അയാൾ വേറൊരു സൂപ്പർ സ്റ്റാറിന്റെ ഇന്ന് മൊമെന്റ് മേടിക്കുന്ന ഫോട്ടോയും ഇവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ നിങ്ങളാണ് അല്ലല്ല വേറെ അതും കാണിച്ചു. എന്നിട്ട് പിന്നെയും പുള്ളി പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റിന് ഉറങ്ങിയാൽ ഈ 2-19 മിനിറ്റ് സിനിമ എങ്ങനെ കണ്ടു? മേക്കിങ്ങിന് ഗംഭീരമാണ്, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാൻ. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ വിട്ട് നമ്മുടെ കാര്യത്തിൽ അത് കടിക്കും, അല്ലേ? അത് ഉറുമ്പിന്റെ സ്വഭാവം, കുറ്റം പറയാൻ പറ്റില്ല. അതിനമ്മ വെള്ളത്തിൽ കിടക്കണേ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറുപ്പിലിട്ടാൽ കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവർ പറഞ്ഞോട്ടെ, എന്നെ നേരാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞിട്ട് അത് പറഞ്ഞ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാമല്ലോ. കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടെ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ്. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണുന്ന ആളാണ്. പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസാക്കി ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഒരുപാട് ഞാൻ 21-ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. ഒരു 24 വയസ്സായി വെറുതെ എന്തെങ്കിലും പറയണേക്കാളും ബെറ്റർ പോസിറ്റീവായിട്ട് പറയാന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടല്ലേ? എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും, നമ്മുടെ PR ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ തന്നെ സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. മലയാളത്തിന്റെ പൂക്കാലാണ്. ആ പൂക്കാലം ഒന്നും കൂടെ പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനി മുന്നോട്ട് പോകുള്ളൂ. ഞാൻ ഇന്നലെ, സത്യം പറയാം, ഇന്നലെ ഒരു തിരക്കഥാകൃത്ത് ഞാൻ വിളിക്കേണ്ടി വന്നു. അത് വേറൊരു കാര്യത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പൊ ആദ്യം പറഞ്ഞ വെച്ചാല് പ്രമേയവും കണ്ടു, ഞാൻ പറയാൻ വിട്ടുപോയി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്, മറ്റേത് കണ്ട് ഇത് കണ്ടത് ഞാൻ ആ കടകൻ കണ്ടാണ്, അത് ഇറങ്ങിയാണ്. എന്റെ കഥയാണ് സത്യം എന്ന് ചോദിച്ചു. ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് ഇറങ്ങിയോന്ന് ചോദിച്ചു പലരും ഉണ്ട് ഇങ്ങനെ. അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല.